ഹലോ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്ന പുതിയൊരു ഗെയിം മൈൻക്രാഫ്റ്റ് ആയിട്ടാണ്. ഗായ്സ്, ഇത് നമ്മൾ കളിക്കുന്നത് മൊബൈൽ ഫോണിലാണ്, ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലാണ്. പക്ഷേ ഇതെൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ഓഫ് മൈൻക്രാഫ്റ്റ് ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ മാപ്പ് ഇവിടെ ലോഡാവുന്നുണ്ട്. നമ്മളിവിടെ മാപ്പിൽ വന്നിട്ടുണ്ട്. ഗായ്സ്, നമ്മളൊരു നൈസ് ബയോമിലാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് വുഡ് കട്ട് ചെയ്യാം. ഗായ്സ്, കുറച്ച് ഫ്രെയിം ഡ്രോപ്പൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് സഹിക്കുക. നെക്സ്റ്റ് വീഡിയോ തൊട്ട് നമ്മളത് ശരിയാക്കുന്നതായിരിക്കും. നമുക്ക് വുഡ് വെട്ടാം. നമുക്ക് ഇന്നത്തെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കൊരു വീട് പണിയാൻ നമ്മൾ നോക്കാം മാക്സിമം. പക്ഷേ മൊബൈലിൽ കളിക്കുമ്പം നല്ല പാടാണ്. ഇതൊരു PC ഗെയിമാണ്. കുറേ പേർക്കും അറിയത്തില്ല ഇപ്പോൾ ഇത് മൊബൈലിൽ കളിക്കാമെന്നുള്ള കാര്യം. നമുക്ക് ആ മരം തിരിച്ച് നടാം. സാപ്ലിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം. നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അവിടെ ഒരു ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നു. അവിടെ ഒരു ഭയമുണ്ട്. ആ മരം അവിടെ നടാം. പക്ഷേ ഇവിടെ ഒരു നല്ലൊരു പുഴയുണ്ട്. കാശ് നോക്കൂ, ഇത് രസമാണ്. നമുക്കൊന്ന് ചുറ്റി നോക്കാം കാശ്. അവിടെ ഒരു സവാന ഭയം ഞാൻ കാണുന്നു. സവാന നമുക്ക് അങ്ങോട്ട് പോകണ്ട. ഇപ്പം നമുക്ക് അവിടെ ഒരു ഭയമുണ്ട്. അതും ഫോറസ്റ്റാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ നീന്തിയാണ് പോകുന്നത്. ആ വെള്ളത്തിനടിയിലുള്ളവന്മാരൊന്നും ഒന്നും ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു. നമ്മളിവിടെ എത്തി. ഇതൊരു ഫോറസ്റ്റ് ബയോം തന്നെയാണ്. ആ കൊക്കോബീൻ്റെ മരമൊക്കെ നടന്നിട്ടുണ്ട്. ഗായ്സ്, ഒരു കിളി. നമുക്ക് ആ കിളീനെ ടൈം ചെയ്യാം. നമുക്കതിന് വേണ്ടത് നമ്മുടെ ഈ ഗ്യാസ് പൊട്ടിക്കുന്ന നമ്മുടെ വീറ്റ് സീഡാണ് ഇത് വേണ്ടത്. നമ്മുടെ ഫസ്റ്റ് പെറ്റായിരിക്കും നമ്മുടെ കിളി. നമുക്ക് അതിനെ ടൈം ചെയ്യാൻ നോക്കാം. സ്വർണം കൊടുത്തിട്ട് ടൈം ആവുന്നില്ല ഗായ്സ്. നമുക്ക് ഒരു 2-3 കൂടെ കൊടുത്ത് നോക്കാം. ഒന്നും കിട്ടുന്നില്ലല്ലോ. ഇതേ 2 കിട്ടി. ഒരെണ്ണോടെ കിട്ടി. മൊത്തം 4 ഉണ്ട്. ഞാൻ കിളിയും താഴോട്ട് ഇറങ്ങട്ടെ. ഇവിടെ ശിവന്റെ കാശി പശുവിൻ്റെ പുറകെ പോണ സംതിങ് ഫിഷി. ഇവിടെ കിളിയെ ഇവിടെ. ദേഷ്യം വരുന്നു കാശ്. ഏകദേശം നൈറ്റ് ആവാൻ പോകും. നമുക്ക് പശുവിനെ അങ്ങ് തട്ടാം കാശ്. പശുവിൻ്റെ പുറകെ പോവാ കിളി. ചവട പശുവിനെ കൊന്നപ്പോണ്ട പന്നിയുടെ പുറകെ പോവാം. പന്നീനെയും തട്ടണമെന്നാണ്. ഫോണ്ട പറഞ്ഞു പോകുന്നു. പന്നി ഒന്നിങ്ങനെ താഴോട്ട് ഇറങ്ങി വാങ്ങിക്കില്ലേ. ഇത് ഭയങ്കര പാടാ കാശ്. കിളിയൊക്കെ ഇപ്പോൾ പറന്നു പോകാം. നമ്മളെല്ലാം വേണ്ട. അവർക്ക് ഈ പശുവിനെ കൂടെ നമുക്ക് തട്ടാം. ഓടല്ലേ പശു പൂർണ്ണ ഒരടി.
ഇനിയെങ്കിലും ഒന്ന് താഴോട്ട് ഇറങ്ങി ഒരു സാർ ഒന്ന് താഴോട്ട് പോവാ സാർ, എനിക്ക് സമയമില്ല സാർ. 1 2 കിട്ടി ഗൈസ് നമ്മുടെ ഫസ്റ്റ് പേര്. ഗൈസ് നിങ്ങളിതിനൊരു പേര് സജസ്റ്റ് ചെയ്യുക, നമുക്ക് പേരിടാം. നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഗൈസ് ഇത് മൊത്തം കാടാണല്ലോ. നൈസായിട്ട് അവിടെ കുറേ ബാമ്പ് നിൽക്കുന്ന ഞാൻ കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷേ ഈ മരം കാണാൻ നൈസാണ്. നമുക്ക് ഒരു പ്രത്യേക രസമാണ്, മൊത്തം ശിഖരങ്ങളൊക്കെ ആയിട്ട്. എനിക്ക് വലിയ മരം കാണാം. നമുക്ക് അതിൻ്റെ സാപ്ലിങ്സ് ഒക്കെ എടുക്കണം. പക്ഷേ ഇതെൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഗൈസ്, നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം തുടർന്നുള്ള വീഡിയോയ്ക്ക് വേണ്ടിയൊക്കെ. നമുക്കിവിടെ എവിടെയെങ്കിലും ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് നമുക്കൊരു സോഡൊക്കെ കയ്യിലുണ്ടാക്കണം. പ്ലസ് നമുക്കൊരു ഫസ്റ്റ് ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്യാം. നമ്മളൊരു വുഡൻ പിക്കാക്സ് ഉണ്ടാക്കി സ്റ്റോൺ കുറച്ച് മൈൻ ചെയ്യാം. നമുക്കൊരു സ്റ്റോൺ പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കി പതിയെ നമ്മുടെ ടൂൾസൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. നിങ്ങൾക്കിത് ഈ എപ്പിസോഡ് ഭയങ്കര ബോറായിട്ട് തോന്നുന്നുണ്ടോ ഗൈസ്? ഫസ്റ്റ് എപ്പിസോഡാണ് ഗൈസ്, നമുക്ക് അടുത്ത എപ്പിസോഡ് തൊട്ട് ശരിയാക്കാം. കാരണം ഞാൻ മൊബൈലിൽ കളിക്കുന്നതുകൊണ്ട് ഭയങ്കര ലാഗും ഉണ്ട്, പ്ലസ് ഭയങ്കര ഇഷ്യൂസും ഉണ്ട്. റെക്കോർഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഫ്രെയിം ഡ്രോപ്പാണ്. ഒന്ന് സഹിക്കുക ഗൈസ്, അടുത്ത എപ്പിസോഡ് സെറ്റാക്കാം നമുക്ക്. ഗൈസ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമ്മൾ കുറച്ച് സ്റ്റോണൊക്കെ മൈൻ ചെയ്ത് നമുക്കൊരു ഫർണസ് ഉണ്ടാക്കണം. കുറച്ച് പശുവിനെ കൊന്ന് നമുക്ക് വറുത്തെടുക്കാം. പക്ഷെ ഇവിടെ എങ്ങാണ്ട് ഞാൻ കുറച്ച് കോള് കണ്ടായിരുന്നോ ഇതിൽ, നമുക്ക് കുറച്ച് കോൾ എടുത്ത് വെക്കാം. ആ വുഡ് ഇപ്പം തീരും. ഗൈസ് ഇത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഈ ഗെയിം അവൈലബിൾ ആണ്, എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. കൂടെ എൻ്റെ കൂടെ കളിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഞാൻ സീഡ്, ഈ മാപ്പിൻ്റെ സീഡ് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഏതെങ്കിലും നല്ല സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് നല്ലൊരു വീടൊക്കെ പണിയാം. കണ്ടോ കൃത്യം ഞാൻ പറഞ്ഞ പോലെ കോള് വെച്ചിട്ടുണ്ട് നമ്മൾ. നമുക്ക് ഫുഡ് കിട്ടി. പക്ഷെ അവിടെ എന്തോക്കെ ഇവിടെ വലിയൊരു കുഴി കേവാന്ന് തോന്നുന്നു കണ്ടിട്ട്. കേവിലോട്ട് നമുക്ക് ഇപ്പോൾ ഇറങ്ങാണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോകാമെന്ന്. പിന്നെ ഇവിടെ മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ചുറ്റുമ്പോൾ അവിടെ നമ്മൾ വേറൊരു കിളികളുണ്ട്. പക്ഷെ ഇപ്പം എൻ്റെ തോളത്ത് കിളി ഇരിപ്പുണ്ട് ഓൾറെഡി, നമുക്കത് മതി. കുറച്ച് മേലെ ഒരു സോമ്പി കിടക്കും. നമുക്ക് ഈ മേലെ അവൻ കാണാതെ തന്നെ എത്താറ്. ഓക്കെ മരം കിട്ടി ഓടിക്കോ. ഞാനില്ല ഓടിക്കോ. നമ്മൾ ഓടിയിട്ടുണ്ട്. അവിടെ ഭയങ്കര വലിയ ആൾക്കാരൊക്കെയാണ് നിൽക്കുന്നത്. ഞാൻ വിസ്കില്ല ഒന്നുമില്ലാതെ അമ്മമാരുടെ അടുത്ത് ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ അമ്മ എന്നെ കീറി വിടും എൻ്റെ എല്ലാം. അത്യാവശ്യം ഇപ്പം നൈറ്റ് ആവുമല്ലോ, എൻ്റെ ബെഡും ഇല്ല, ഒരു ഷീപ്പിനെ പോലും ഈ കാട്ടിലൊന്നും കാണുന്നില്ല. എന്തോ ചെയ്യും നമ്മൾ. നമുക്കൊരു സോഡുണ്ടാക്കാം. ഇതുപോലത്തെ അമ്മമാരൊക്കെ വന്നു കഴിഞ്ഞാൽ തട്ടിക്കൊല്ലാം നമുക്ക് സോഡുണ്ടാക്കിയിട്ട്. വാടാ ഇനി വാടാ. ഇപ്പം അങ്ങോട്ട് ചെന്നാൽ അന്നേരം എന്നെ കയറിവിടാം. നമുക്ക് കോളൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യാം. ടോർച്ച് ഉണ്ടാക്കാം. ഈ വീഡിയോ കുറച്ച് ബോറായിരിക്കും. നമ്മൾ അടുത്ത എപ്പിസോഡ് തൊട്ട് ശരിയാക്കും ഗൈസ്. നമ്മളെന്താ കാട്ടി വന്ന് പെട്ടുപോയതുകൊണ്ടാണ്. ഗായ്സ് നൈറ്റായി തുടങ്ങി. നൈറ്റായി. നമുക്കിതെല്ലാം പൊട്ടിച്ച് നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോകാം. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കേവ് കണ്ടില്ല, അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയൊരു ബേസ് കൂടെ സെറ്റ് ചെയ്തിട്ട്
അതിൻ്റെ അകത്തെല്ലാം ഇറങ്ങാം. പക്ഷെ ഇച്ചിരി ദൂരോട്ടുണ്ട് ഈ കേവ്. നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് കുറച്ച് ടോർച്ച് ഉണ്ടാക്കാം. ഒരു ടോർച്ച് വെച്ചാലോ? ഓ ഗായ്സ്, ഇത് കുറച്ച് അകത്തോട്ടുണ്ട്. ബട്ട് നമ്മളിന്ന് നമുക്ക് ഈ നൈറ്റ് നമുക്കിവിടെ സർവൈവ് ചെയ്യാം. ഗായ്സ്, ഇത് കുറച്ച് അടിയിലോട്ടുണ്ട്, നമുക്ക് നോക്കാം. ഗായ്സ്, ഇത് അങ്ങ് അടിയിലോട്ട് പോകുന്നുണ്ട് ഗായ്സ്, കുറച്ച് ദൂരോട്ട് പോകുന്നുണ്ട്. ഉണ്ടേ, അയ്യോ എൻ്റെ കിളി പോന്നേ, തിരിച്ചു വാ. എന്നെ ഇറക്കാൻ എനിക്ക് പിന്നെ വയ്യ പോയി. പക്ഷെ നമുക്ക് മണ്ടയിലോട്ട് കയറാം. നമുക്ക് പൊക്കത്ത് എവിടെയെങ്കിലും ചെറിയൊരു മണ്ണ് വെച്ചെല്ലാം ഒരു വീട് തട്ടിക്കൂട്ടാം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത്രയും കഷ്ടപ്പാടില്ലായിരുന്നല്ലോ കയറാൻ. തിരിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും കൊലിഞ്ഞ് കയറാം. ഓ ഗായ്സ്, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കി അതിൻ്റെ അകത്ത് കയറാം. ഓ വലിയ നൈറ്റായി ഗായ്സ്, വലിയ നൈറ്റ്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഒന്ന് ചാവേണ്ട വരും. നമുക്ക് കോള് മൈൻഡ് ചെയ്തിട്ട് കുറച്ച് ടോർച്ച് ഉണ്ടാക്കി കൈ വെച്ചേക്കാം. നമുക്ക് വേണമെങ്കിൽ ആ കേവ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഫസ്റ്റ് വീഡിയോ തന്നെ നമുക്ക് കേവ് എക്സ്പ്ലോർ ചെയ്യും. കോളൊക്കെ ഒന്ന് മൈൻഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ടോർച്ച് ഉണ്ടാക്കാം. അത്യാവശ്യം ടോർച്ച് ഇത് മതി. നമുക്കിവിടെയായിട്ടൊരു ചെറിയൊരു അകത്തോട്ടൊരു കുഴി പോലെ ഉണ്ടാക്കി നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കാം. ഒരു ചെസ്റ്റൊക്കെ ഉണ്ടാക്കി അതിൽ കയ്യിൽ വയ്ക്കുന്ന സാധനം എല്ലാം പോകും. പക്ഷേ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. ഒരു ടോർച്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫർണസും ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ തിരിച്ചു വെക്കാം. ഒരു ഫർണസ്, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ, ഒരു ചെസ്റ്റ് നമുക്ക് ഉണ്ടാക്കണം. ഒരു ചെസ്റ്റും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ മെലണും എല്ലാ സാധനമൊക്കെ എടുത്ത് അതിൻ്റെ അകത്തോട്ട് വെച്ചേക്കാം. നമ്മുടെ മെലൺ, സീഡ്, സോഡ അവിടെ ഇരിക്കട്ടെ. ചിക്കൻ വെച്ചേക്കാം. നമ്മുടെ കോളത്തെ ഒന്ന് അടുക്കി വെച്ചേക്കാം. അവിടെ തിരിച്ചു വരുന്നു. അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ കിളി ഇതിൻ്റെ അകത്ത് വന്നിരിപ്പുണ്ട്. കിളി നമ്മുടെ വീടിതാ. കുറച്ച് ടോർച്ച് ഉണ്ടാക്കാം ഗായ്സ്. ടോർച്ച് അത്യാവശ്യമാണ്. 54 ടോർച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗായ്സ്. ഈ കിളിക്ക് നമുക്കൊരു പേരിടണം. നിങ്ങളെല്ലാവരും ഒരു പേര് സജസ്റ്റ് ചെയ്താൽ നന്നായിരിക്കും. നമുക്ക് ഈ കേവ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അടിയിലോട്ട് പോയി നമ്മുടെ സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് ഫുഡും ഒരു സോഡും ഒരു പിക്കാക്സായിട്ട് നമുക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ കിളീനെ നമുക്ക് ഇവിടെ ഒന്ന് വെക്കാം. ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരുത്തിയിട്ട് പോകാം കിളീനെ. ഒന്നിറങ്ങി കിളി, ഇറങ്ങി. ഇറങ്ങി അവിടെ ഇരുന്നോ. ഓക്കെ, കിളി അവിടെ വെച്ചിട്ടുണ്ട്. സേഫായിട്ട് നമ്മൾ കിളീനെ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അപ്പോൾ താഴോട്ട് പോകാം. നമുക്ക് ഫസ്റ്റ് എപ്പിസോഡ് വല്ലതും കിട്ടുമോ അതോ ചാകുമോ എന്ന് നമുക്ക് നോക്കാം. ഇത് അങ്ങ് ദൂരോട്ട് ഗായ്സ്, അയൺ കിട്ടി. നമ്മുടെ ഫസ്റ്റ് അയണാണ് ഗായ്സ്. കുറച്ച് കാണണേ. 1 2 3 4 അകത്തോട്ടുണ്ട് ഗായ്സ്, അകത്തോട്ടുണ്ട്. നമുക്കതൊന്ന് ഫസ്റ്റ് അങ്ങോട്ടൊന്ന് കയറാം. അങ്ങോട്ട് കയറിയാലേ എനിക്ക് ബാക്കി കിട്ടത്തുള്ളൂ. ഓ, അങ്ങോട്ടൊരു കുഴി പോലെ ഞാൻ കാണുന്നു. നമുക്ക് ഫസ്റ്റ് അയണൊന്ന് മൈൻഡ് ചെയ്തെടുക്കാം ഗായ്സ്. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഫസ്റ്റ് എപ്പിസോഡ് തന്നെ അയൺ കിട്ടി ഗായ്സ്. ഇന്ന് ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ ഇതൊന്നും അല്ല ഗായ്സ് വിചാരിച്ചു. കുറച്ച് നമുക്ക് 4 3 എണ്ണം കിട്ടി. 4 5 6 7 8 ഒരെണ്ണൂടെ. ഓ ഗായ്സ്, 9 കിട്ടിയിട്ടുണ്ട് ഗായ്സ്. 9 കിട്ടിയിട്ടുണ്ട്. നമുക്കിതുമായിട്ട് ഇനി പൊക്കത്തോട്ട് പോകണം. നമ്മുടെ ഫർണസിൽ കൊണ്ടുവച്ച് നമുക്കൊരു ചെസ്റ്റ് പ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാം. ഒരു ഫുൾ ആർമർ ആവാൻ നോക്കാം ഗൈസ്. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ എയിം നമുക്കൊരു ഫുൾ അയൺ ആർമർ ആവാൻ നോക്കാം. എന്നിട്ട് നമുക്ക് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അങ്ങോട്ട് ലഷ്കേവാന്ന് തോന്നുന്നു ഗൈസ്.
ഞാൻ നോക്കുന്നിട്ട് ഇവിടെ കുറച്ച് ചിലക്കമൊക്കെ കാണുന്നുണ്ട്. അടുത്ത എപ്പിസോഡ് നമ്മൾ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും ഗൈസ് അടുത്ത എപ്പിസോഡ്. നമുക്ക് ഈ അയണൊന്ന് കൊണ്ടുവെക്കാം. നമ്മുടെ പൊക്കത്ത് നമ്മുടെ ചെറിയ കുഞ്ഞു വീട്ടിൽ കൊണ്ടുവെക്കാം ഗൈസ്. അവിടെ അയണാണോ ഗൈസ് കാണുന്നത്? ഗൈസ് വീണ്ടും അയൺ. നമ്മളിന്ന് ഭാഗ്യവാന്മാരാണല്ലോ. വീണ്ടും അയൺ. നിങ്ങൾക്ക് സൈഡിൽ നോക്കിയാൽ കാണാം നമ്മൾ 0 days ആണ്. ഒരു ദിവസം പോലും ആകുന്നതിന് മുമ്പ് നമ്മൾ കുറേ അയൺ കണ്ടുപിടിച്ചു ഗൈസ്. 1 2 3 4. ഓ ഗൈസ് അകത്തോട്ടുണ്ട് ഗൈസ്. ഒരു ടോർച്ച് വെച്ച് നിങ്ങളെ കാണിക്കാം. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നമുക്കൊരു 15-16 അയൺ ഇപ്പോൾ കിട്ടാറായി. 16 17 18 ഗൈസ്. ഫസ്റ്റ് എപ്പിസോഡ് 18. ഇതൊരു നല്ല തുടക്കമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്കൊരു ആർമറൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഹെൽമെറ്റ്, ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ബൂട്ടും ഉണ്ടാക്കാനുള്ള ആർമർ അയണായിട്ടുണ്ട്. ഒരു ഷീൽഡൊക്കെ നമുക്ക് ഒരു ഷീൽഡ് വേണം ഫസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ മുമ്പേ കണ്ട പോലെ ഉള്ള അമ്പൊക്കെ ഇവിടുന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ വന്ന് എന്നെ തല്ലി എപ്പോൾ കൊന്നെന്ന് ചോദിച്ചാൽ മതി ഗൈസ്. മാക്സിമം ഞാൻ ചാവാതെ നോക്കാം. ഒരു ഹാർഡ് കോറൊക്കെ കളിക്കുന്ന പോലെ തന്നെ മാക്സിമം ചാവാതെ നമുക്ക് എത്ര ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്കൊന്ന് പൊക്കത്തോട്ട് കയറിപ്പോൾ ഈ അയണൊക്കെ ഒന്ന് സ്മെൽറ്റ് ചെയ്യാൻ നോക്കാം ഗൈസ്. ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത പുതിയ എപ്പിസോഡുകളായിട്ട് വീണ്ടും കാണാൻ നമുക്ക് അയൺ സ്മെൽറ്റ് ചെയ്യണം. നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാറുണ്ട്. ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അയണൊന്ന് സ്മെൽറ്റ് ആകാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ് ഇതാണ് ഞാൻ. എൻ്റെ പേര് ഫെയ്ത്ത്. ശരിക്കുള്ള പേരല്ല, ഫെയ്ത്ത് ഗെയിമിംഗ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. പുതിയൊരു ചാനലാണ് ഗൈസ്. എല്ലാവരും ഒന്ന് കഴിയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഓഫ് ദിസ് ചാനലാണ്. എനിക്ക് അയണൊക്കെ ഒന്ന് സ്മെൽറ്റ് ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം 9 അയൺ കിട്ടി. ഇനി ഒരു 9 എണ്ണം കൂടെ സ്മെൽറ്റ് ആവുന്നുണ്ട്. 10 ഇനി ഒരു 8 എണ്ണം കൂടെ സ്മെൽറ്റ് ആയിട്ട് വേണം നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കാം. ഫസ്റ്റ് ഒരു ഷീൽഡ് ഉണ്ടാക്കിയേക്കാം. നമുക്ക് 11 അയണായി. രാവിലെ ആയോ നോക്കാം ഗൈസ്. രാവിലെ ആയോ? ഓ ഗൈസ് ഇപ്പോൾ ഇട്ടാം. നമുക്ക് ഈ കോളൊക്കെ ഒന്ന് ചെയ്യാം. നോക്കൂ ഗൈസ്, നോക്കൂ. ഓ ഇപ്പം ഞാൻ അവിടെ കയറി നിന്നാൽ മൈൻഡ് ചെയ്തെങ്കിൽ ഞാൻ സഫക്കേറ്റ് ആയിട്ട് മരിച്ചാണ്. ഫസ്റ്റ് എപ്പിസോഡ് എൻ്റെ ഡെഡ് അതായേനെ. അത് കുഴപ്പമില്ല ഗൈസ്. നമുക്ക് ഈ കോളൊക്കെ ഇത് മതി. ആവശ്യത്തിനായി നമുക്ക് താഴെ വരെ പോകാം. അയൺ സ്മെൽറ്റ് ആയാൽ നോക്കാം. ഓ നമ്മുടെ കിളി ഇവിടെ ഇരിപ്പുണ്ട്. ഹായ്, അവിടെ ഇരിക്കട്ടെ. ഓ 15 അയൺ. നമുക്ക് കോളം അങ്ങോട്ട് വെച്ച് കൊടുക്കാം. 15 അയൺ ഒരു 3 അയണും കൂടെ ഉണ്ട്. 1 ഇനി 2 അയണും കൂടെ. നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കാം ഗൈസ്. നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കാം. ഷീൽഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയായിരുന്നോ? കണ്ടല്ലോ ഗൈസ്, ഇങ്ങനെ ഷീൽഡ് ഉണ്ടാക്കുന്നത്. ഓ ഷീൽഡ് കിട്ടി ഗൈസ്, ഷീൽഡ് കിട്ടി. ഇനി അമ്മമാരിങ്ങനെ വരട്ടെ, നമുക്ക് തല്ലിക്കൊല്ലാം അമ്മമാരൊക്കെ. ഇനി കുറച്ച് ആർമറും കൂടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് തീർക്കാം. ഒരു ഹെൽമെറ്റ്, ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ബൂട്ട്. ഓ കൃത്യം ഗൈസ്, കൃത്യം ഒരു പാൻറ്റും കൂടെ വേണം. ഒരു പാൻറ്റിന് നമുക്ക് അടുത്ത എപ്പിസോഡ് സെറ്റാക്കുന്നതായിരിക്കും നമ്മുടെ പാൻറ്റ്. ഓ ഗൈസ് നോക്കൂ ഗൈസ്, ഫുള്ള് അയൺ ആർമർ. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇവിടം വരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ഓക്കെ, ബൈ, സീ യു.